നമസ്കാരം, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ചേട്ടനൊക്കെ വന്നിട്ട് തിരിച്ചു പോയി കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് വേറെ ഏതൊരു പരിപാടിയില്ല. കാരണം കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പോകണം. മോളാണെങ്കിൽ അപ്പുറത്തോട്ട് പോയതുകൊണ്ട് അവളെ വിളിക്കാൻ പോകണം. അപ്പോൾ അതിനിടയ്ക്ക് കാക്ക വന്ന് അവിടെ ഇരുന്ന് ഭയങ്കര കാർച്ച കേട്ടോ. ഇന്നും പ്രത്യേകിച്ച് മഴ കാരണം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ മേതക്കുട്ടി ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റി ഇരുത്തിയേക്കുക. പിന്നെ അവളുടെ കാര്യം നോക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്ന് ഞങ്ങൾക്ക്. കൊഞ്ച് ഫ്രൈ ചെയ്യാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ മെയിൻ താരം ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് അവൻ കിടക്കുന്ന ഭാഗം കേട്ടോ. ഇവൻ മാത്രമല്ല 3-4 പേരുണ്ട് കേട്ടോ. പക്ഷെ ഇവൻ ഇന്ന് സമയമാകുമ്പോൾ വരും. മേതക്കോട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വരുന്ന ഭാഗം കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടേ മുന്തിരിങ്ങ കൊണ്ടു തരാൻ വേണ്ടിയിട്ട് അവൾ ഓടി വന്നാ. കാര്യക്ക് എന്ത് കിട്ടിയാലും അത് കൊണ്ടുവന്ന് ഷെയർ ചെയ്യും കേട്ടോ. അത് രണ്ടുപേരും അങ്ങനെയാണ്. എന്ത് കഴിക്കാൻ കിട്ടിയാലും എനിക്ക് ഫസ്റ്റ് കൊണ്ട് ഷെയർ ചെയ്തിട്ട് ആൾമാർ കഴിക്കുള്ളൂ. പുല്ലെല്ലാവരും മോളെ ഇത് ചെയ്യുന്നു. അപ്പോൾ പുല്ലെല്ലാം ഇങ്ങോട്ട് ഒഴുകി വരുക. വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടി വാങ്ങിക്കും. അവളെ വഴക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മുന്തിരിക്ക എടുത്ത് കൈ വെക്കാൻ പറഞ്ഞ് അവളെന്നെ കോക്കൃത്തി കളിക്കുന്ന. അവളുടെ ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഭയങ്കര കുസൃതി കേട്ടോ. വീട്ടിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല. ഭയങ്കര കുസൃതിയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇനി പുറത്ത് പോകണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇനി അവളെ പോയി അക്കരെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഇത് അവിടെ അക്കരെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പണിത പുല്ലെല്ലാം കൂടി ഇങ്ങോട്ട് ഒഴുകി വന്നാൽ ഫുള്ളും ഇങ്ങോട്ട് ഒരു മഴ ചെയ്തപ്പോൾ ഫുള്ളും എല്ലാം ഒഴുകി വന്നു. ഇപ്പോൾ അത് അവിടെ തടഞ്ഞിരിക്കുക. എന്തിയെ മഹതി തപ്പി പോന്ന? മഹതി ഇവിടെ ഇല്ല. അപ്പം മഹതി തപ്പി പോന്ന. മഹതി ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങിയിരിക്കുന്ന ഭാഗം കേട്ടോ. കാരണം ഞാൻ പുറത്ത് പോയപ്പം അപ്പോൾ ഇവളെ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ചേച്ചി ഉള്ളപ്പോൾ ഞാൻ ചേച്ചി ഏൽപ്പിച്ച സാധാരണ പോകുന്നത്. മിക്കവാറും ഇവളെ ഞാൻ കൊണ്ടുപോകും. പക്ഷേ ചില സമയത്ത് ഞാൻ ഇവളെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ എന്നോട് പിണങ്ങിയിരിക്കുന്ന കൃഷി. 2 പേരും അവിടെ പോയി ഇരിക്കുക കേട്ടോ. ഒരുത്തരം ഓടി എന്നെ കണ്ടപ്പം. മറ്റവനാണെങ്കിൽ എൻ്റെ അലക്കുകല്ലെ കയറിയിരിക്കുക വേറെ ഒരുത്തൻ. അപ്പം പമ്മി കോഴിക്കോടിൻ്റെ പ്രവേശത്ത് പമ്മി ഇരിക്കും കേട്ടോ. അതിനിടയ്ക്ക് മേതക്കുട്ടി ഭയങ്കര അലമ്പാ കേട്ടോ. എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവ നല്ലതായിട്ട് തുള തുടങ്ങി. അപ്പോൾ മഹതിക്കുട്ടിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കയറുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കാണ് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ. അപ്പം അവിടെ നിന്ന് നല്ല മഴ ചാറുന്നു കേട്ടോ.
മേതക്കുട്ടിയും വന്നു. മേതക്കുട്ടി അവിടെ ഉണ്ട്. മേതക്കുട്ടിക്ക് ഞാൻ ഐസ്ക്രീം കൊടുത്തോളൂ, അത് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല കാറ്റ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും അതിനിടയ്ക്ക് നല്ലൊരു മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പോയപ്പോൾ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം മഴ ഏകദേശം ചെറുതായിട്ട് തുടങ്ങി പെയ്യാൻ വരും. അവിടെ ഒരാളാണെങ്കിൽ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുക, ഒരാളാണെങ്കിൽ മുട്ടയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗേറ്റ് അടിക്കാൻ വന്ന സമയം നോക്കി ഇത് കൊക്കും. നല്ല മഴ കേട്ടോ. ഇപ്പം നനഞ്ഞുകൊണ്ടാ, നല്ല മഴ കേട്ടോ. അപ്പം മഴയൊക്കെ ഏകദേശം മാറി കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂട് കാപ്പിയും കുടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾമാരവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഐസ്ക്രീമും ചോക്ലേറ്റും കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. മേതക്കുട്ടിയും അവിടെ കിടന്ന് ഇനിയിപ്പോൾ കുളിപ്പിക്കണം. ഇപ്പോൾ അവളുടെ പുതിയ പരിപാടി കേട്ടോ. എന്ത് കിട്ടിയാലും താഴോട്ട് എറിയും. ഇപ്പോൾ ഒരു സ്പൂണുണ്ട്, ഞാനിപ്പോൾ ഇനി അത് എടുക്കാനായിട്ട് താഴോട്ട് പോകണം. അത് നൈസായിട്ട് എടുത്തുകൊണ്ട് അവിടെ ഉറുമ്പുള്ളതാണ് പുള്ളിക്കാരിക്ക് പേടി കേട്ടോ. കമ്പ് ഇട്ടു, അടുത്ത് കിട്ടു. എല്ലാം അവൾക്കിപ്പം താഴോട്ട് ഇടിച്ചില്ല. ചെരുപ്പ് ഇടാത്തത് ഭാഗ്യമായി, എന്നെ ചെരുപ്പ് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.